LICയുടെ 6.5% ഓഹരികൾ ഉടൻ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് LIC ഏജന്റുമാരും ജീവനക്കാരും പെൻഷൻകാരും പ്രതിഷേധിച്ചു. ജില്ലയിൽ LIC ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രകടനവും പൊതുയോഗവും നടത്തിയത്. LIC എംപ്ലോയീസ് യൂണിയൻ, LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, LIC പെൻഷനേഴ്സ് അസോസിയേഷൻ, സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. 60 ലക്ഷം കോടിയുടെ ആസ്തിയുള്ളതും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ മൂലധനം ലഭ്യമാക്കുകയും ചെയ്യുന്ന പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LICയെ ഓഹരി വിൽപ്പനയിലൂടെ സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ സംഘടനകൾ പ്രതിഷേധിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം AIIEA വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LICയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഓഹരി വിൽപ്പനയെ തുടർന്ന്. ആ മാറ്റമാണ് നമ്മൾ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയിലെ ഓപ്പൺ തുടങ്ങിയ കാലത്ത് 99 നിയമം പാസാക്കിയപ്പോൾ തന്നെ നമ്മളൊന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ ഇല്ലാതാക്കലാണ് എന്നുള്ളത്. പക്ഷേ അധികം ആളുകളൊന്നും അന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. 2022 LICയുടെ 3.5% ഓഹരി വിൽപ്പന നടത്തിയപ്പോൾ അന്നും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു ഇത് 3.5% നിൽക്കില്ല, ഗവൺമെന്റ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത്. LIC PA ജനറൽ സെക്രട്ടറി KKC പിള്ള, LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ TC ബസന്ത്, വനിതാ സബ് കമ്മിറ്റി കൺവീനർ T ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. വടകരയിലും കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും താമരശ്ശേരിയിലും രാമനാട്ടുകരയിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാങ്ക് മെൻസ് ക്ലബിന്റെ ബഷീർ അനുസ്മരണ